Good morning, all. Good morning, ma'am. Okay, ma'am. Okay. Then class will start ചെയ്യുകയാണ്. കുറച്ച് നേരം 5 മിനിറ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്താണ് ക്ലാസ്സിൽ കയറണമെന്നുള്ള ഓരോരുത്തരാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. ദെൻ ഇന്ന് നമ്മളെ പുതിയൊരു ചാപ്റ്റർ ആണെന്ന് പറയുന്നത് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. അപ്പോ നിങ്ങളുടെ PDF ചിലപ്പോ ചാപ്റ്റർ 50 ആണെന്ന് തോന്നുന്നു അല്ലെ? ആണോ? നമ്പർ നോക്കണ്ട, ചാപ്റ്ററിന്റെ പേര് മാത്രം ഒന്ന് നോക്കാം കേട്ടോ. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് ചാപ്റ്റർ 50 ആണ് അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. സെയിം ചാപ്റ്റർ ആണോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. ചാപ്റ്ററിന്റെ ഹെഡിങ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എന്ത് മോണിറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചാപ്റ്ററിന്റെ പേര് എന്താണെന്ന് മനസ്സിലാക്കണം അല്ലെ? അപ്പോ മോണിറ്റർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? നമ്മളൊരു നിരീക്ഷിക്കുക അല്ലെ? അതായത് നിരീക്ഷണം. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന്റെ സംതൃപ്തി, നമ്മളുടെ ഓരോരുത്തരുടെയും സംതൃപ്തിയെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുക, നിരീക്ഷിക്കുകയും ചെയ്യണം, അതിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യുക. അതാണ് നമ്മുടെ പാഠത്തിന്റെ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കുന്നത് പേഷ്യന്റിന്റെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് പേഷ്യന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ? പേഷ്യന്റ് ഉണ്ടെങ്കിലേ ഒരു ഹോസ്പിറ്റലിൽ നിലനിൽക്കുള്ളൂ. സോ പേഷ്യന്റിന്റെ സംതൃപ്തിയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും അറിയാം, അവിടെ ഒരു സ്റ്റാഫിന്റെയോ ഡോക്ടറിന്റെയോ സംതൃപ്തിയല്ല, മറിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആ ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ സംതൃപ്തിയാണ് ആ ഒരു ഹോസ്പിറ്റലിന്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മള് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, എങ്ങനെയാണ് ഒരു പേഷ്യന്റ് സംതൃപ്തി ആകുന്നത്, അല്ലെങ്കിൽ ആ സംതൃപ്തിയെ ഏതെല്ലാം രീതിയിൽ ഒരു ഹോസ്പിറ്റലിനെ ഇംപ്രൂവ് ചെയ്യിക്കാൻ സാധിക്കും എന്നതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. ജനറലല്ല, നമ്മളുടെ ഓരോരുത്തരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ചധികം അനുഭവങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇത് ചിലപ്പോൾ പോയിന്റ് ഔട്ട് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല, എങ്കിലും കുഴപ്പമില്ല, നമ്മുടെ അനുഭവങ്ങളായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാമത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് വായിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരാണല്ലോ, എല്ലാവരും എന്തെങ്കിലും വിധത്തിലെ ചെറിയ ചെറിയ അസുഖങ്ങളായ ഹോസ്പിറ്റലിൽ നമ്മൾ പോകാറുണ്ട്. സോ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനും നമ്മളുടെ അനുഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഫസ്റ്റ്ലി ഇൻട്രൊഡക്ഷൻ ആണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ തന്നെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, രോഗിയുടെ സംതൃപ്തി എന്താണെന്നുള്ളത് ഓരോ പാരഗ്രാഫായിട്ട് തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. ഒരു വലിയൊരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് കാണുമ്പോൾ തോന്നും, പക്ഷേ സിമ്പിൾ ആണ്. എന്താണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത് അവർ ഓരോ സെഗ്മെന്റിലൂടെ പറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓരോ പാരഗ്രാഫായിട്ട് വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഓക്കെ, ഇത് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ് കേട്ടോ. ഇത് നമുക്ക് ബൈഹാർട്ടിൽ പഠിക്കണമല്ലോ. ജസ്റ്റ് അത് അതിന്റെ ഉള്ളിലെ കൺസെപ്റ്റ് എന്താണോ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ ഇൻട്രൊഡക്ഷൻ നോക്കാം. Patient satisfaction is a comparative phenomenon which has been around since 1960s, but active research on the topic was started in late 1970s and early 1980s. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത് ഒരു കമ്പാരിറ്റീവ് ഫിനോമിനയാണെന്ന്, അതായത് ഒരു താരതമ്യേന ഒരു പ്രതിഭാസമാണ് അല്ലെ? ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. which has been around since 1960s, but active research on topic was started late 1970 and 1980. അപ്പോ രോഗിയുടെ സംതൃപ്തി എന്നത് ഒരു താരതമ്യേന ഒരു പ്രതിഭാസമാണെന്ന്, ഒരു കമ്പാരിറ്റീവ് ഫിനോമിനയാണ്. 1960 മുതൽ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു റിസർച്ചുകളൊക്കെ നടത്തി വരുന്നുണ്ടെന്ന്. അതായത് ഇങ്ങനെ ഒരു കാര്യം, അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു ആശയത്തെ കുറിച്ച് 1960 മുതൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്.
പക്ഷെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡികളും അതുപോലെ തന്നെ റിസർച്ചുകളും നടത്തിയത് 1970 അവസാനത്തിലും ദെൻ 1980 തുടക്കത്തിലുമാണെന്ന്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തത് 1960 അത് മാത്രം ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക കേട്ടോ. 1960 ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു ആശയം വരുന്നത് 1960 ദെൻ 1970 അവസാനത്തിലും അതുപോലെ 1980 തുടക്കത്തിലും ഇതിനെ കുറിച്ചുള്ള റിസർച്ചുകളും പഠനങ്ങളും മറ്റും നടന്നു വരുന്നു. ദെൻ അടുത്തത് നോക്കാം. This led to substitution of the idea of quantity of life by a more patient-centered concept of quality of life. അപ്പോ ഇനി പറയുന്നത് ജീവിതത്തിന്റെ അളവ്, ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നൊരു ആശയത്തിനാണ് നമ്മൾ ആദ്യം പ്രാധാന്യം കൊടുത്തിരുന്നത്. ബൈ മോർ പേഷ്യൻസ് സെൻട്രിക്, പിന്നീട് അതിനെ നമ്മൾ രോഗി കേന്ദ്രീകൃതമായപ്പോൾ അതിനെ നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ, ജീവിതത്തിന്റെ നിലവാരം എന്നുള്ള ആശയത്തിലോട്ട് കൊണ്ടുവരണം. ആദ്യം നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ്, അതായത് ജീവിതത്തിന്റെ അളവ് എന്നുള്ളൊരു ആശയം വരുന്നത്. പിന്നീടാണ് കുറച്ചും കൂടി പേഷ്യൻസിന് കേന്ദ്രീകൃതമായിട്ട് ഹോസ്പിറ്റലുകൾ കൊണ്ടുവരുന്നത്. അതായത് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കൂടുതലും പേഷ്യന്റ് സെൻട്രിക് ആയി വരുന്നത്. സോ ആ ഒരു ടൈമില് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നുള്ള ഒരു ആശയം മാറ്റി ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നാക്കി, ജീവിതത്തിന്റെ നിലവാരം എന്നതാക്കി. ചെറിയ രണ്ട് ആശയങ്ങൾ മാത്രം പറയുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നോക്കാം. Patient satisfaction incorporates the patient perceived requirement, his expectation from the health system and experience of healthcare. പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത്, ഒരു പേഷ്യന്റിന് സംതൃപ്തി ലഭിച്ചു എന്ന് പറയുന്നത്, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? നിങ്ങൾ എന്തെങ്കിലും ഒരു പനി ചോദിച്ചപ്പോൾ എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഓക്കെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവില്ലേ? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാവാം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുന്നത്? ബെറ്റർ കെയർ കിട്ടുമ്പോൾ. ഓക്കെ, വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതില്? നമ്മളുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി. പിന്നെ എന്തൊക്കെയുണ്ട്? അവിടെ നല്ല ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലേ? ആണോ? അതായത് ഇപ്പൊ ടെസ്റ്റുകൾക്കും വേറെ ഒന്നിനും നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല. മെഡിസിൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് അല്ലെ? ഓക്കെ, ആ ഒരു കാര്യം ഇവിടെ പറയുന്നത് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, ഇന്ററാക്ഷൻസ്, കമ്മ്യൂണിക്കേഷൻസ്. ഓക്കെ, patient satisfaction incorporates the patient perceived requirement, his expectation from health system and experience of healthcare. അല്ലെ, രോഗിയുടെ സംതൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ റിക്വയർമെന്റ്സിനെ, അവന്റെ ആവശ്യകതയെ ഉൾക്കൊള്ളുന്നു. അതായത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്? നമ്മുടെ അസുഖം വേഗമാകണം, നമുക്ക് നല്ലൊരു കെയറിങ് ലഭിക്കണം അല്ലെ, അവന്റെ ആവശ്യകതയാണ് ഉൾക്കൊള്ളുന്നത്. അതുപോലെ ഹിസ് എക്സ്പെക്ടേഷൻ, പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷൻ അല്ലെ, പ്രതീക്ഷകൾ, എന്റെ അസുഖം മാറും, എന്റെ രോഗം പൂർണ്ണമായും ഭേദമാകുന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ രോഗിയും ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെ. അപ്പൊ അവന്റെ പ്രതീക്ഷകൾ ഫലം അണിയുമ്പോൾ, റിസൾട്ട് ഉണ്ടാകുമ്പോൾ അവരുടെ അസുഖം ഭേദമായി. ദെൻ എക്സ്പീരിയൻസ് ഓഫ് ഹെൽത്ത് കെയർ, അനുഭവം, അവർക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന അനുഭവങ്ങള്, അതായത് നല്ല കെയർ, നല്ല പരിചരണം ലഭിക്കുക, അതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ബെറ്റർ ഫെസിലിറ്റികള്, ഇവയെല്ലാം ലഭിക്കുമ്പോഴാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, this multi-dimensional concept consists of both medical and non-medical aspects of health care അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മൾട്ടി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം വശങ്ങളുണ്ട് അല്ലെ. എക്സ്പെക്ടേഷൻ ഉണ്ട്, റിക്വയർമെന്റ്സ് ഉണ്ട്, ഫെസിലിറ്റീസുകൾ ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഒന്നിലധികം കൺസെപ്റ്റുകൾ കൺസിസ്റ്റ് ചെയ്യുന്ന, അത് മെഡിക്കൽ ആയിട്ടുണ്ടെങ്കിലും നോൺ മെഡിക്കൽ ആസ്പെക്ട്സിന്റെ ഹെൽത്ത് കെയറിൽ അല്ലെ, ചികിത്സാപരമായിട്ടും ചികിത്സാപരമല്ലാത്തത്. അതായത് ഇപ്പോ ചികിത്സാപരമല്ലാത്തെന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ ഉൾപ്പെടാം? ക്ലീൻനെസ് ഉൾപ്പെടാം അല്ലെ. ഹോസ്പിറ്റലില് വൃത്തിയുള്ളൊരു ഏരിയ ആണോ, ആ ഒരു അവിടുത്തെ ഒരു എൻവയോൺമെന്റ് എങ്ങനെയാണ്, ദെൻ മറ്റു ഫെസിലിറ്റികൾ, ഇപ്പൊ ക്യാൻറ്റീനും അങ്ങനെയുള്ള ഫെസിലിറ്റികൾ, ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഒരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആണോ? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ,
നമ്മൾക്ക് ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന ഫെസിലിറ്റികള്, ദെൻ നമുക്ക് ലഭിക്കുന്ന നല്ല കെയറുകള്, അതുപോലെ മെഡിക്കൽ നോൺ മെഡിക്കൽ ആസ്പെക്ട്സ്, നമ്മളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറം നമുക്ക് ലഭിക്കുന്ന കെയറുകൾ, ഇതൊക്കെയാണ് ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. നമ്മൾക്ക് ഓരോരുത്തരും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം ലഭിച്ചെങ്കിൽ മാത്രമല്ലേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നത്. ചുമ്മാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ നമുക്ക് ഒട്ടും ഒരു തൃപ്തി വരില്ല എന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സിന്റെ നമുക്ക് പെരുമാറ്റമാണെങ്കിലും അവരുടെ മെഡിസിൻസ് ഒന്നും ചിലപ്പോ കഴിച്ചിട്ട് ശരിയാവണില്ല, മാറണില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു ഡോക്ടറെ പോയി കാണും ഇല്ലേ. എന്തുകൊണ്ടാണ്? നമ്മൾ അവിടെ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ വേറൊരു സജസ്റ്റ് ചെയ്യുന്നത്. ആണോ? ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുക. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്, നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അതില്ല, വായിച്ചു നോക്കുക. ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുക, മനസ്സിലാക്കി വായിക്കട്ടോ. അത് സെക്കൻഡ് ലൈൻ ഉദ്ദേശിച്ചത് ഏതായിരുന്നു? ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നാണോ? അതാണോ അല്ലെങ്കിൽ ആ ഇയറുകളാണോ? അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പാരിറ്റീവ് ഫിനോമിനയാണെന്ന്. അതായത് 1960 തുടങ്ങിയാണ് ഇങ്ങനെയുള്ള ഒരു ആശയം വരുന്നത്. ദെൻ 70ന്റെ അവസാനത്തിലും 80ന്റെ തുടക്കത്തിലും ഇതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവന്നു. ആദ്യകാലങ്ങളിൽ നമ്മൾ ഇതിലൊരു ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നാണ് പറഞ്ഞിരുന്നത്. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് എന്നാണ് ജസ്റ്റ് അവർ വിളിച്ചിരുന്നത്. ദെൻ പിന്നെ കുറച്ചും കൂടി പേഷ്യന്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പുതിയ പുതിയ തന്ത്രങ്ങളും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടൈമില് ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് മാറി അവിടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നാക്കി, ജീവിതത്തിന്റെ നിലവാരം എന്നാക്കി. ഓക്കെ, ജസ്റ്റ് രണ്ട് തത്വങ്ങൾ പറയുന്നുള്ളൂ കേട്ടോ. അവിടെ ആദ്യം ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് ആയിരുന്നു, പിന്നീട് അതിനെ അവര് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നാക്കി. ഓക്കെ, ജസ്റ്റ് വായിക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം കേട്ടോ. ജസ്റ്റ് ഇത് ഇൻട്രൊഡക്ഷൻ ആണ്, നമ്മൾ അത്ര പോയിന്റ് വൈസ് ഒന്നും അല്ലല്ലോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. നോക്കാം. Patient satisfaction is a measure of the extent to which a patient is satisfied with the health care which they got from their health care provider. അല്ലെ, അതായത് പേഷ്യന്റിന്റെ സംതൃപ്തി, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞാൽ ഒരു മെഷർ ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു അളവ് എന്താണ്? അതായത് രോഗിയുടെ സംതൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രോഗിക്ക്, ഒരു പേഷ്യന്റിന് അവന്റെ ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നും ലഭിച്ച ഹെൽത്ത് കെയർ, അതായത് ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഡോക്ടേഴ്സ് ആവാം, നഴ്സസ് ആവാം, മറ്റ് സ്റ്റാഫുകൾ. അപ്പോൾ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൽ നിന്നും എത്രത്തോളം അവർക്ക് ലഭിച്ച ആരോഗ്യ പരിരക്ഷ, അവരെ ലഭിച്ച കെയറിൽ നിന്നും എത്രത്തോളം എത്രത്തോളം സംതൃപ്തരാണ് എന്നതിന്റെ ഒരു അളവാണ് പേഷ്യന്റിന്റെ സംതൃപ്തി. ഹോസ്പിറ്റലിൽ നിന്നും, ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, ഡോക്ടേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ നഴ്സുകളിൽ നിന്നോ മറ്റ് സ്റ്റാഫുകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പരിചരണം എത്രത്തോളം ആ പരിചരണത്തിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റ് സംതൃപ്തിയാണ് എന്നതിന്റെ ഒരു അളവാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത സെന്റൻസുമായിട്ട് മറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, then patient satisfaction is concerned with how patient assess the quality of their healthcare experience. അല്ലെ, അതായത് എന്താണ് പറയുന്നത്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൺസേൺ ചെയ്തിരിക്കുന്നത് ക്വാളിറ്റി ഓഫ് ദെയർ ഹെൽത്ത് കെയർ എക്സ്പീരിയൻസ്. അല്ലെ, അതായത് ഹെൽത്ത് കെയർ കൊടുക്കുന്ന സേവനത്തിന് വിലയിരുത്തുന്നതാണ്, അവരുടെ അനുഭവമാണെന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ആ പേഷ്യന്റിന്റെ അനുഭവമാണ്, ഗുണനിലവാരമുള്ളവരുടെ അനുഭവമാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് അവർക്ക് ലഭിക്കുന്ന അനുഭവമല്ലേ, നമ്മുടെ എക്സ്പീരിയൻസിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. സോ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ആണ്, അനുഭവമാണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. It is increasingly being evaluated in surveys of healthcare settings.
as a maker of quality of care together with the other dimension of quality like access, relevance to requirements, effectiveness and efficiency. അപ്പോ ഗുണനിലവാരത്തിന്റെ അപ്പൊ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെയർ, ഗുണനിലവാരമുള്ള ഒരു പരിചരണമാണ് നമ്മൾ പേഷ്യന്റിന് കൊടുക്കേണ്ടത്. സോ ഗുണനിലവാരത്തിന്റെ മറ്റു അളവുകൾക്കൊപ്പം, അതായത് അതർ ഡൈമെൻഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, മറ്റു കാര്യങ്ങൾ, അതായത് അവരുടെ ട്രീറ്റ്മെന്റിലും ഫെസിലിറ്റികളും അങ്ങനെയുള്ള മറ്റു അളവുകൾക്കൊപ്പം അവന്റെ റിക്വയർമെന്റ്സ്, റിലവൻസ് ടു റിക്വയർമെന്റ്സ്, ആ പേഷ്യന്റിന്റെ ആവശ്യകതകൾ അല്ലെ, ആവശ്യകതകളിലേക്കുള്ള ഒരു പ്രവേശനവും വേണം. അതുപോലെ തന്നെ എന്താണ്, ഇഫക്റ്റീവ്നെസ് ആയിരിക്കണം, എഫിഷ്യൻസ് ആയിരിക്കണം, കാര്യക്ഷമത ഉണ്ടായിരിക്കണം. അതായത് ഒരു പേഷ്യന്റിന് അവന്റെ ആവശ്യങ്ങൾ, നമ്മൾ എന്താണ് പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ അത് നിറവേറി കൊടുക്കുകയും വേണം. അത് കാര്യക്ഷമമായിട്ടും അത് നല്ല രീതിയിൽ, അതായത് ക്വാളിറ്റിയോടുകൂടി തന്നെയുള്ള ഒരു പരിചരണം നമ്മൾ പേഷ്യൻസിന് നൽകണം. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് തന്നെയാണ് വീണ്ടും പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് പാരഗ്രാഫിൽ. ഓക്കെ, ഒന്നുകൂടി പറയാം. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ is a measure of extent of which a patient satisfied with the health care which they got from their health care provider. അല്ലെ, രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത് എന്താണ്, പേഷ്യന്റിന്റെ, ഒരു രോഗിക്ക് അവന്റെ ഹെൽത്ത് കെയറിൽ നിന്ന്, അതായത് ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ, ഡോക്ടറോ നഴ്സോ, അവരിൽ നിന്നും അവരുടെ ഒരു ആരോഗ്യ പരിരക്ഷ, അവരുടെ ഒരു കെയറിൽ നിന്ന് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നതിന്റെ ഒരു അളവാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് പറയുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ is concerned with how patient access the quality of their health care experience. രോഗിയുടെ സംതൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അനുഭവത്തിന്റെ, രോഗിയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണെന്ന്. അതായത് അവന് ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അവന്റെ അനുഭവം, അനുഭവത്തിന്റെ ഗുണനിലവാരം പോലെയാണ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ. അല്ലെ, നിങ്ങൾ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി, നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ടും ഭേദമായി, ഫെസിലിറ്റികൾ ലഭിച്ചു, നല്ല കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ട്, എങ്കിലല്ലേ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയൂ. ആ ഒരു കാര്യമാണ് പറയുന്നത്. അവന്റെ അനുഭവത്തിൽ നിന്നാണ് ആ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് പറയുന്നത്. Then it is increasingly being evaluated in surveys of healthcare setting as a maker of quality care together with the other dimension of quality like access, relevance to requirements, effectiveness and efficiency. പരിചരണത്തിന്റെ ഒരു നിർമ്മാതാവ്, അതായത് ഹോസ്പിറ്റലാണല്ലോ നമുക്ക് തരുന്നത്. അപ്പോൾ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിന്റെ കൂടുതലായിട്ട് അത് വിലയിരുത്തണമെന്നും, അതായത് ഹോസ്പിറ്റലുകാര് വിലയിരുത്തണം പേഷ്യന്റിന് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നമ്മൾ ചെയ്യുന്നുണ്ടോ, റിലവൻസ് ടു റിക്വയർമെന്റ്, പേഷ്യൻസിന്റെ ആവശ്യകതകളിലേക്ക് നല്ല അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നുണ്ടോ, അത് കാര്യക്ഷമമായിട്ടാണോ നമ്മൾ നിറവേറ്റുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങള് സെക്കൻഡ് പാരഗ്രാഫ് വായിക്കാട്ടോ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. പേഷ്യന്റിന്റെ സംതൃപ്തി, മെയിൻ പോയിന്റ് എന്താണ് വരുന്നത്, രോഗിയുടെ അനുഭവത്തിലൂടെ, രോഗിക്ക് ലഭിക്കുന്ന ഹെൽത്ത് കെയറിൽ നിന്നും ഹെൽത്ത് കെയർ പ്രൊവൈഡറിൽ നിന്നും ലഭിക്കുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അവർ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കാം. ഇത് ഈ ഒരു വിധത്തിൽ മാത്രം നമുക്ക് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. കാരണം മാക്സിമം ഞാൻ നിങ്ങളുടെ അനുഭവമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഇത് ജസ്റ്റ് അത് എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അത് അതുപോലെ തന്നെ നമ്മളൊന്ന് വായിച്ച് അതിന്റെ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. സെക്കൻഡ് പാരഗ്രാഫ് വായിക്കുക. ഓക്കെ, മൂന്നാമത്തെ പാരഗ്രാഫ് വായിക്കാം. ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു 4 പാരഗ്രാഫ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് കേട്ടോ. വായിച്ചില്ലാവരും രണ്ടാമത്തെ പാരഗ്രാഫ്.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ. എന്തെങ്കിലും ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? കുഴപ്പമുണ്ടോ വായിച്ചിട്ട്? ഓക്കെ ആണോ എല്ലാവരും? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? എന്ത് പറ്റി? വായിച്ചില്ലേ? ഓക്കെ. ജസ്റ്റ് വായിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. സ്റ്റോറി കഥ പോലെയാണോ ഉദ്ദേശിച്ചത്? കഥ പോലെയല്ല, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോ കുറച്ച് കൺഫ്യൂഷനും ഇച്ചിരി തലതിരിച്ച സെന്റൻസ് പോലെയൊക്കെ തോന്നിയേക്കാം അല്ലെ? കുഴപ്പമില്ല, നമ്മുടെ രീതിയിൽ തന്നെ വായിച്ചൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ, നോക്കാം. മൂന്നാമത്തെ പാരഗ്രാഫ് നോക്കാം കേട്ടോ. Patient satisfaction is a vital metric to scale overall healthcare quality. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. Patient satisfaction is a vital metric to scale overall healthcare quality. അല്ലെ? ആരോഗ്യ സംരക്ഷണത്തിന്റെ നിലവാരം അളക്കുന്നതിന്, ഓവറോൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ക്വാളിറ്റി അളക്കുന്നതിനുള്ള ഒരു സുപ്രധാന വൈറ്റൽ മെട്രിക്. മെട്രിക് എന്ന് വെച്ചാൽ ഒരു അളവുകോലാണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ ഹെൽത്ത് കെയർ ക്വാളിറ്റി, ആ ഹോസ്പിറ്റലിൽ എത്രത്തോളം ഗുണനിലവാരം ഉണ്ടെന്ന് അളക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വൈറ്റൽ മെട്രിക് ആണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? അവിടുത്തെ ക്വാളിറ്റി ഇങ്ങനെയാണ്, ഗുഡ് ഓർ ബാഡ്. പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹോസ്പിറ്റല് ഗുഡ് ഓർ ബാഡ് ആണോ? ഗുഡ് സർവീസ് ആണെന്നല്ലേ അതിന്റെ അർത്ഥം. ഓക്കെ. With the help of patient satisfaction survey, continuous measuring of patient satisfaction and enhancing patient experience can be achieved. അല്ലേ? അപ്പോ നമുക്ക് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കാനായിട്ട് ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമുക്ക് സംതൃപ്തി അളക്കാൻ സാധിക്കുന്നു. പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ എവിടെയെങ്കിലും പേഷ്യന്റ് സർവേ? ഓർക്കുന്നുണ്ടോ? നമ്മൾ പബ്ലിക് റിലേഷൻസിലൊക്കെ പഠിച്ചിട്ടില്ലേ സർവേകളൊക്കെ നടത്തുന്നത്? ഒന്നുകൂടെ പറയാം. നോക്കാം. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആയല്ലോ. അതായത് ഓവറോൾ ഹെൽത്ത് കെയറിന്റെ ക്വാളിറ്റി, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായിട്ടുള്ള ഏറ്റവും നല്ലൊരു അളവുകോലാണ്, ഒരു മാർഗമാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. രോഗിയുടെ സംതൃപ്തികളെ നമുക്ക് അളക്കാനായിട്ട് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഹെൽപ്പ് ചെയ്യുന്നു. അതിന്റെ ഒരു ഹെൽപ്പ് ചെയ്യാണ്. അതായത് continuous measuring patient satisfaction and enhancing patient experience. ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുകയാണെങ്കിൽ അഡ്മിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചില ടൈമില് പേഷ്യന്റിന്റെ സർവേകളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ കൂടുതലും ഫോണിലൂടെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. എങ്കിലും ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻ ഒക്കെ ടൈപ്പ് ചെയ്ത് വിട്ടത് നമ്മുടെ പേഷ്യന്റിന്റെ കയ്യിൽ ഇല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളോട് ജസ്റ്റ് അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറയും. മീൻസ് ഇങ്ങനെ ടിക്ക് ചെയ്തതായിരിക്കും കൂടുതലും. ഇപ്പൊ ഓരോ ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് അത് ഹോസ്പിറ്റലിനുള്ളിൽ എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ഒരു സർവേ ആയിരിക്കും. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും അതില്ല. പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ സർവേ ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടോ? കുറച്ചൊരു 10 വീടുകളിലും 15 വീടുകളിലൊക്കെ പോയി സർവേ എടുക്കാനൊക്കെ പറയില്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ? ഇപ്പൊ നമുക്ക് എല്ലാം ടെക്നോളജി ആയതുകൊണ്ട് ലിങ്ക് അയച്ചു കൊടുത്ത് ചെയ്യുന്ന പരിപാടികളാണ് അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞത് ഹോസ്പിറ്റലില് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തുന്നു. അതായത് പേഷ്യൻസിന് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കും. നമുക്ക് പഠിക്കാനും കിട്ടുന്നത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനെയറുകൾ കൊടുക്കും. അപ്പൊ ആ ക്വസ്റ്റ്യനെയറിൽ നമ്മളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായം തന്നെയായിരിക്കും നിങ്ങളുടെ അപ്പുറത്ത് റൂമിൽ കിടക്കുന്ന ആളുടെ ആണോ? സെയിം തന്നെ ആയിരിക്കോ? കോപ്പി അടിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സർവേ ചെയ്യുന്നത് ആണോ? അല്ല, അവിടെ നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഉത്തരങ്ങളല്ല. ജസ്റ്റ് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിലേ, ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സർവേയില്. ഇപ്പോ എന്താണ് ഡോക്ടറുടെ സേവനം അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റി, സൗകര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ നിങ്ങൾക്ക് അത് ചിലപ്പോൾ നല്ല അനുഭവമായിരിക്കും. നല്ല ഫെസിലിറ്റികളാണെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈഡ് ഉണ്ടാകും, സാറ്റിസ്ഫൈഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഗുഡ് ഉണ്ടാവാം, അല്ലെങ്കിൽ ബാഡ്, ഇങ്ങനെയായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും എന്താണോ നമുക്ക് അനുഭവപ്പെട്ടത് അവിടെ നമ്മൾ ടിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ടിക്ക് ചെയ്യാം. നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഹൈലി സാറ്റിസ്ഫൈഡിന്റെ അവിടെ ടിക്ക് ചെയ്യും.
ദെൻ അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ ഗുഡിന്റെ അവിടെ ടിക്ക് ചെയ്യും. ഒരു സൗകര്യവും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? വെരി ബാഡിന്റെ അവിടേക്ക് ടിക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു സർവേയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ ഇതുപോലെ പേഷ്യന്റിന്റെ സർവേകൾ നടത്തും. സർവേകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ക്യാൻ ബി അച്ചീവ്ഡ്. അവരുടെ അനുഭവങ്ങൾ അറിയാൻ പറ്റും, ഫീഡ്ബാക്ക് കിട്ടും, അല്ലെ? ഇപ്പൊ നിങ്ങള് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏതെങ്കിലും ടീച്ചേഴ്സ് വന്നു, ചിലപ്പോൾ ചില ടീച്ചേഴ്സ് നിങ്ങളോട് ഫീഡ്ബാക്ക് എഴുതിക്കാറുണ്ടോ? ആ ടീച്ചറുടെ അഭിപ്രായം അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം എഴുതാൻ പറയും. ഫീഡ്ബാക്ക് ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് എല്ലാ കുട്ടികളോടും അത് ഫീഡ്ബാക്ക് എഴുതാൻ പറയും, അല്ലെ? ചിലപ്പോൾ പേര് എഴുതാൻ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് എഴുതിക്കില്ല ഫീഡ്ബാക്ക് കിട്ടാൻ. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ ടീച്ചർ ഫീഡ്ബാക്ക് കിട്ടി, ടീച്ചർ ഇത് ചോദിച്ചിട്ടുണ്ട്, ഓക്കെ. അപ്പോ എന്തിനു വേണ്ടി ഓക്കെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണോ? TTC, ഓക്കെ. അപ്പോ മീൻസ് ട്രെയിനിങ് പീരീഡിന് പോയപ്പോഴാണോ ഫീഡ്ബാക്ക് എഴുതിപ്പിച്ചത്? പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ട്രെയിനിങ് ഇന്റേൺഷിപ്പിനും അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യും? ഫീഡ്ബാക്ക് എഴുതിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഫീഡ്ബാക്ക് എഴുതിപ്പിക്കുന്നത്? എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? ചുമ്മാ വെറുതെ പിള്ളേരെ കൊണ്ട് എഴുതിക്കണോ? അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട്, അല്ലെ? അപ്പോ ചിലപ്പോ എല്ലാവരും നല്ല ടീച്ചറാണ്, നല്ല ക്ലാസ് ആണെന്ന് എല്ലാവരും എഴുതണമെന്നില്ലല്ലോ. ആരെങ്കിലും ചിലപ്പോ 1-2 പേര് നമ്മളുടെ ഏതെങ്കിലും ഒരു പോരായ്മകൾ എഴുതിയിട്ടുണ്ടാകും. ചിലപ്പോ നമ്മൾ എടുക്കുന്ന സ്റ്റൈലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ എഴുതാണ്ടിരിക്കില്ലല്ലോ. എല്ലാവരും അവരുടെ അഭിപ്രായം, ഒരാളുടെ അഭിപ്രായം അല്ല പറഞ്ഞിരിക്കുന്ന ആളുടെ അഭിപ്രായം, അല്ലെ? അപ്പോ അതൊക്കെ നമ്മുടെ സ്വന്തം ഓൺ എക്സ്പീരിയൻസ് ആണ് എഴുതുന്നത്. സോ ഇവിടെയും പറയുന്നത് എന്താണ്? പേഷ്യൻസുകൾക്ക് നമ്മളെ രോഗികൾക്ക് ഇതുപോലെ സർവേ നടത്താൻ കൊടുക്കും. അപ്പൊ ഓരോ രോഗികളും ആ സർവേ അറ്റൻഡ് ചെയ്യും. ദെൻ നമ്മൾ അതിന്റെ ഫീഡ്ബാക്ക് എടുക്കും. ഫീഡ്ബാക്ക് എടുക്കുന്നത് വെച്ചാൽ എന്താണ്? എവിടെയാണ് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്, അല്ലെ? ചിലപ്പോൾ ഫെസിലിറ്റിയിലായിരിക്കും മിക്കവരും ചെയ്തിരിക്കുന്നത്, പോരായ്മ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോ ആശുപത്രിയുടെ ക്ലീൻനെസിന്റെ ഒരു ഇതിലായിരിക്കും, വൃത്തിയില്ലാത്ത ഏരിയ, അങ്ങനെ ഏതെങ്കിലും ഒരു ഇഷ്യൂലായിരിക്കും കൂടുതൽ പേരും ഫീഡ്ബാക്ക് വേണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ളൊരു സർവേകൾ നടത്തുമ്പോൾ പേഷ്യന്റിന്റെ സംതൃപ്തി കണ്ടിന്യൂസ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നു, അല്ലെ? അതായത് അവരുടെ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ഇങ്ങനെയുള്ളൊരു സർവേയിലൂടെ അറിയാൻ സാധിക്കുന്നു. അത് അറിയുന്നത് മൂലം നമുക്ക് എവിടെയാണോ പോരായ്മ വന്നിരിക്കുന്നത് അതിന് നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും കഴിയുന്നു. ക്ലിയർ ആയോ? ഒരു സർവേയിലൂടെ നമ്മൾ അത്രയും പോയി. ക്ലിയർ ആയോ? സർവേ നടത്തുന്ന കാര്യം എന്തിനു വേണ്ടിയിട്ടാണെന്ന്? Okay. Then look up. It is a valuable tool to catch patient feedback without much effort. അല്ലെ? ഇതൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണെന്ന്. ഏത്? പേഷ്യന്റിന്റെ സർവേ നടത്തുന്നത്. പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക് വിത്തൗട്ട് മച്ച് എഫേർട്ട്. വലിയ എഫേർട്ട് ഒന്നും കൂടാതെ, വലിയ ബുദ്ധിമുട്ടുണ്ടാ? പേപ്പർ കൊണ്ടേ കൊടുക്കുക, അവർ തന്നെ അറ്റൻഡ് ചെയ്ത് തന്നോളൂ, അല്ലെ? അപ്പോ വലിയ എഫേർട്ട് ഒന്നും കൂടാതെയുള്ള പേഷ്യന്റിന്റെ ഫീഡ്ബാക്ക് നമുക്ക് ലഭിക്കാനായിട്ടുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണ് പേഷ്യന്റ് സർവേ എന്ന് പറയുന്നത്. Patient satisfaction was evaluated by a questionnaire developed with a patient which gathered information about time spent at appointments, travel cost, and prescriptions of quality of lab service, etc. അപ്പോ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേയില് ഒരു ക്വസ്റ്റിനെയർ ആണ് ഡെവലപ്പ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒരു ക്വസ്റ്റിനെയർ കൊടുക്കും. ദെൻ രോഗികൾക്കായിട്ട് ഒരു ക്വസ്റ്റിനെയർ, ഒരു ചോദ്യാവലിയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ ക്വസ്റ്റിനെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് പറയുന്നത്. സ്പെൻഡ് അപ്പോയിന്റ്മെന്റ്സ്, അല്ലെ? നമ്മൾ ഡോക്ടറെ കാണാൻ എടുക്കുന്ന അപ്പോയിന്റ്മെന്റ്, അങ്ങനെയുള്ള ടൈമുകളും കാര്യങ്ങളും. അതുപോലെ തന്നെ ട്രാവൽ കോസ്റ്റുകൾ, അതായത് വിസിറ്റിംഗ് ടൈമുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ? അതായത് നമുക്ക് എത്ര ടൈമിലാണ് പേഷ്യന്റ് ഡോക്ടറെ കാണാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ക്വാളിറ്റി ഓഫ് സർവീസ്, നമുക്ക് അവിടെ ലഭിക്കുന്ന സേവനങ്ങള് ക്വാളിറ്റി ഉണ്ടോ, ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും മെഡിസിൻസും, അല്ലെങ്കിൽ നമുക്ക് ബാക്കി തരുന്ന ടെസ്റ്റുകളും മെഡിസിൻസുകളും ഇതെല്ലാം ക്വാളിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള എക്സെട്ര കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് നമുക്ക് തരുന്ന സർവേയിലുള്ള ക്വസ്റ്റിനെയറിൽ വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ. അപ്പോ സർവേനെ കുറിച്ച് മാത്രമാണ് തേർഡ് പാരഗ്രാഫിൽ പറയുന്നത്. ക്ലിയർ ആണോ? ട്രാവൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രോഗിയുടെ എന്താ പറയാ, ഇപ്പോ സമയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. ട്രാവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ടൈമിനൊക്കെ തന്നെയാണ്. ട്രാവൽ കോസ്റ്റ്, പ്രിസ്ക്രിപ്ഷൻസ് ഓഫ് ക്വാളിറ്റി. ട്രാവൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മളിപ്പോ ഒത്തിരി പലവരും പല ഏരിയകളിൽ നിന്ന് വരുന്നവരാണല്ലോ. അപ്പൊ അതിന്റെ ട്രാവൽ കോസ്റ്റുകളും ചിലപ്പോ ഷിഫ്റ്റ് ചെയ്യും, അല്ലെ? ചിലപ്പോ അവിടെ ഫെസിലിറ്റി ഇല്ലെങ്കിൽ ഇവരുടെ തന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും, ഇല്ലേ?
അതായത് ട്രാൻസ്ഫർ ഒക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ നമുക്ക് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ വരാറൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മള് ഇപ്പോൾ ലബോറട്ടറി അവിടെ ലാബ് സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ലാബിലൊക്കെ പോകേണ്ട വരും. അപ്പോഴും നമുക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു കാര്യം വരുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളത്, അപ്പൊ എല്ലാ ഫെസിലിറ്റികളും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകേണ്ട ആവശ്യം വരുന്നുണ്ടോ, സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒട്ടനവധിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും നമുക്കൊരു സർവേ തരുന്നത്. ഇത് വരുന്നുണ്ട്, നമുക്കത് പഠിക്കാൻ. അടുത്തതിനകത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാം. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കാനുണ്ട് നമുക്കൊരു മോഡല്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സർവേയുടെ കാര്യം ഓക്കെയാണോ? മനസ്സിലായോ ഏകദേശം സർവേ എന്താണെന്ന്? ആണോ? മനസ്സിലായോ? ക്ലിയർ ആയോ? ടെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ എങ്കിൽ നമുക്കൊന്നും പറയണ്ടേ? നോക്കാം. Patient satisfaction surveys are a vital way to scale how your patient feel about their experience with your practice. അല്ലെ, എന്താണ് അപ്പോ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്? സർവേസ് ആർ വൈറ്റൽ വേ അല്ലെ. പേഷ്യന്റിന്റെ സർവേ എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റൽ വേ ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വഴിയാണ്, സുപ്രധാനമായിട്ടുള്ള ഒരു വഴിയാണ്. How your patient feel about their experience with your practice. യുവർ പ്രാക്ടീസ് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ അല്ലെ, അതായത് പരിശീലനത്തിലുള്ള ഹോസ്പിറ്റലിന്റെ അവരുടെ സേവനങ്ങളിലൂടെ രോഗിക്ക് എങ്ങനെ തോന്നുന്നു അല്ലെ, അതായത് രോഗി എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നാണ് നമ്മൾ ആ സർവേയിലൂടെ മനസ്സിലാക്കുന്നത്. ഹോസ്പിറ്റലുകാർ നൽകുന്ന സേവനത്തിൽ രോഗി എത്രത്തോളം സംതൃപ്തിയാണ് എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സർവേയിലൂടെ മനസ്സിലാക്കുന്നത്. എന്തായാലും satisfied patients are more probable to recommend your practice to others, and they are also less probable to file complaints. അല്ലെ, ഇപ്പോ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ അവിടെ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി, ഡോക്ടറിന്റെ സേവനത്തിലും നിങ്ങളുടെ അസുഖം പൂർണ്ണമായിട്ട് ഭേദമാറി, നിങ്ങൾ ഉദ്ദേശിച്ച വലിയ ഫീസും കോസ്റ്റും കാര്യങ്ങളൊന്നും ചിലവുകളൊന്നും വന്നില്ല, എല്ലാ ഫെസിലിറ്റികളും നിങ്ങൾക്ക് ലഭിച്ചു എങ്കിൽ നിങ്ങൾ ആ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആ ഡോക്ടറെ നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്ത് കൊടുക്കില്ലേ? കൊടുക്കോ? നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നല്ല, നിങ്ങളൊരു ഷോപ്പിൽ പോയി നിങ്ങളൊരു ഡ്രസ്സ് എടുത്തു, അത്യാവശ്യം നല്ലൊരു ഡ്രസ്സ് അല്ലെ, വൈറ്റൽ എന്ന് വെച്ചാൽ സുപ്രധാനമായിട്ടുള്ള, നിങ്ങളൊരു ഷോപ്പിൽ ചെന്നു, നിങ്ങളൊരു ഡ്രസ്സ് എടുത്ത് അത്യാവശ്യം നല്ല വിലക്കുറവില് നല്ല ഡ്രസ്സ് കിട്ടി, അതിന് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ട്സിനെ അപ്പൊ തന്നെ വിളിച്ച് പറയില്ലേ, ഞാൻ ഇന്ന ഷോപ്പിൽ പോയി, നല്ല സെലക്ഷൻ ആണ്, ഇത്ര റേറ്റ് ആയുള്ളൂ, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ, നീ അവിടെ പോയിട്ട് എടുത്തോളൂ, പറയില്ലേ? നിങ്ങള് പറയോ? ആരും പറയാറില്ല. എനിക്ക് കിട്ടിയത് നല്ലതാണെന്ന് മാത്രം വിചാരിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് അതാണ്, ഒരു ഹോസ്പിറ്റലില് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, നിങ്ങൾ അവിടെ പോയി നല്ലൊരു അനുഭവം, നല്ല ഡോക്ടറാണ്, നഴ്സസും മറ്റു സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിലുള്ള പെരുമാറ്റമൊക്കെയാണ്, നിങ്ങളുടെ അസുഖമൊക്കെ പൂർണ്ണമായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഹോസ്പിറ്റലും ആ ഡോക്ടറെ സജസ്റ്റ് ചെയ്ത് കൊടുക്കില്ലേ? നല്ലവരാണെങ്കിൽ നമ്മൾ എന്തായാലും സജസ്റ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് നേരെ മറിച്ചൊരു ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും, അങ്ങോട്ട് പോകലേ വേണ്ടാട്ടാന്നല്ലേ പറയുള്ളൂ, ആണോ? ആ പരിസരത്തോട്ടെ പോകണ്ടെന്ന് പറയും നമ്മള് അല്ലെ. പക്ഷെ നല്ല അനുഭവമാണെങ്കിൽ നമ്മൾ തീർച്ചയായും നമ്മളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആണോ? സത്യാവസ്ഥയല്ലേ പറഞ്ഞത്, ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, ഉള്ള കാര്യത്തിൽ സത്യാവസ്ഥയാണ് അല്ലെ. ഓക്കെ, അപ്പൊ അവിടെ പറയുന്നതാണ് സാറ്റിസ്ഫൈഡ് പേഷ്യൻസ് ആർ മോർ പ്രോബബിൾ ടു റെക്കമെൻഡ് യുവർ പ്രാക്ടീസ് ടു അതേഴ്സ് അല്ലെ. നമുക്ക് നല്ലൊരു അനുഭവമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരു വ്യക്തിക്ക്, അതേഴ്സിന് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ദേ ആർ ഓൾസോ ലെസ് പ്രോബബിൾ ടു ഫയൽ കംപ്ലൈന്റ്സ്. നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സുകൾ കുറവായിരിക്കും. അവർ കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, കാരണം അവർക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ അവിടെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ വേറെ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. Patient satisfaction is considered as one of the most important parameters of quality. The measurement of patient satisfaction is an important tool for research, administration and planning. അപ്പോ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്നത് ഒരു ക്വാളിറ്റിയുടെ, ഗുണനിലവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണെന്ന്. പാരാമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്? ഇതുപോലൊരു അളവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണെന്ന്. പേഷ്യന്റിന്റെ സംതൃപ്തി എന്നത് ആ ഹോസ്പിറ്റലിന്റെ ഗുണനിലവാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ദെൻ അടുത്തത് പറയുന്നത് എന്താണ്? മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ.
ഒരു രോഗിയുടെ സംതൃപ്തി അളക്കുന്നത് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ എന്തിനെല്ലാം വേണ്ടി റിസർച്ചുകൾ നടത്താനും അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ പ്ലാനിങ്ങിനും അത് ഹെൽപ്പ് ചെയ്യുന്നു. പേഷ്യന്റിന്റെ സംതൃപ്തി ഇമ്പോർട്ടന്റ് ടൂൾ ആണ്. എന്തിനൊക്കെ വേണ്ടി? റിസർച്ചിന് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. റിസർച്ച് നടത്താനും ഭരണകാര്യങ്ങളൊക്കെ കൂടുതൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനും പുതിയ പുതിയ പ്ലാനിങ്സുകൾ കൊണ്ടുവരാനും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആയിട്ട് എടുക്കുന്നു. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ വായിച്ചത് അല്ലെങ്കിൽ പറഞ്ഞത്. അത്യാവശ്യം നല്ലൊരു ടൈം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊന്ന് ബേസിക് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഓക്കെയാണ്. ബേസിക് ആണ് നമുക്ക് കിട്ടുന്നത്. ഏത് ടൂൾസ് ആണ് ഇപ്പൊ പറഞ്ഞത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കോട്ടെ. ലാസ്റ്റ് നമ്മൾ വായിച്ചില്ലേ, ദ മെഷർമെന്റ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ ഇതിനൊക്കെയാണ് റിസർച്ച്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിങ്. അണ്ടർലൈൻ ചെയ്തേക്കോട്ടെ. ഓക്കെ, ലാസ്റ്റ് 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. നിങ്ങൾ വായിച്ചില്ലല്ലോ, നമ്മള് പെട്ടെന്ന് വായിക്കുക കേട്ടോ. ലാസ്റ്റ് 2 പാരഗ്രാഫ് ഉണ്ടേ വായിക്കുക. കംപ്ലീറ്റ് ചെയ്തോ 2 പാരഗ്രാഫ്? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പൊ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞു. ഇൻട്രൊഡക്ഷനിൽ നമ്മള് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നും അതുപോലെ തന്നെ പേഷ്യന്റ് സർവേനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓരോ പോയിന്റുകളാണ്. ഈ പോയിന്റുകളിലും വീണ്ടും പറയുന്നത് പേഷ്യന്റിന്റെ സംതൃപ്തി, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനുള്ളിൽ വരുന്നത്. അപ്പൊ അത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിക്കാം കേട്ടോ. നോക്കാം, ഫസ്റ്റ് വൺ നോക്കാം കേട്ടോ. ഒന്നാമതായിട്ട് പറയുന്നത് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഉദ്ദേശിക്കുന്നത്. ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ decisive index for ascertaining the quality services and the way in which they are given by the medical staff. അല്ലെ, എന്താ ക്ലയന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് അല്ലെങ്കിൽ ക്ലയന്റും പേഷ്യന്റ് ഒക്കെ സെയിം തന്നെയാണ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിൽ നമ്മള് ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ക്ലയന്റ് അല്ലെങ്കിൽ നമ്മള് കസ്റ്റമർ എന്ന് പറയും അല്ലെ. ആരെയാണ് പറയുന്നത്? ക്ലയന്റും കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ആരാ? പേഷ്യന്റ് അല്ലേ? ആണോ? നമ്മളൊരു ഷോപ്പിൽ പോകുന്ന കസ്റ്റമർ അല്ലേ ഇവിടെ ഉദ്ദേശിക്കുന്നത്? പേഷ്യന്റ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. നോക്കാം. Client satisfaction is a decisive index എന്ന് വെച്ചാൽ നിർണായകമായിട്ടുള്ള ഒരു സൂചിക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിർണായകമായിട്ടുള്ള for ascertaining the quality services and
the way in which they are given by medical staff. അല്ലെ, രോഗിയുടെ സംതൃപ്തി എന്ന് പറയുന്നത് ഗുണമേന്മയുള്ള നല്ലൊരു ഗുണമേന്മയുള്ള സേവനങ്ങൾ, സർവീസസ്, ക്വാളിറ്റി സർവീസസ്, ഗുണമേന്മയുള്ള സേവനങ്ങൾ മെഡിക്കൽ സ്റ്റാഫുകൾ നൽകുന്നു എന്നതാണ്. മെഡിക്കൽ സ്റ്റാഫ് കൊടുക്കുന്ന, അതായത് ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫ്, ഡോക്ടറും നഴ്സസും കൊടുക്കുന്ന ഗുണമേന്മയുള്ള സേവനങ്ങളെയാണ് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതിനുള്ളൊരു സൂചികയാണെന്ന്. അതായത് നല്ല സേവനങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലും അല്ലെങ്കിൽ നഴ്സസും ഡോക്ടേഴ്സും. സോ സംതൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണമേന്മയുള്ള സേവനങ്ങൾ മെഡിക്കൽ സ്റ്റാഫ് നൽകുന്ന, അവര് കൊടുക്കുന്ന ഒരു ഇൻഡെക്സ് ആണ്, ഒരു സൂചികയാണ് ക്ലയന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ, ഇനി ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഏതെല്ലാം രീതിയിലാണ് ഒരു പേഷ്യന്റിന് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്? ഓക്കെ, ഫിസിഷ്യൻസ്, നേഴ്സ്, equipment, housekeeping, billing and food services are the main determinants of overall satisfaction in hospitalized patients. അല്ലെ, ഒരു ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റിന് ഹോസ്പിറ്റലിൽ നിന്നും സംതൃപ്തി ലഭിക്കുന്നത് ഇവയിലൂടെയൊക്കെയാണെന്ന്. ഒരു ഫിസിഷ്യൻസിലൂടെ, അല്ലെ, നല്ലൊരു ഡോക്ടറുടെ സേവനത്തിലൂടെ, നഴ്സുമാരുടെ സേവനത്തിലൂടെ, അതുപോലെ എക്യുപ്മെന്റ്സുകൾ, നല്ല എക്യുപ്മെന്റ്സുകളും അതുപോലെ ഫെസിലിറ്റീസുകളും ഉണ്ടെങ്കിൽ, അതുപോലെ ഹൗസ് കീപ്പിംഗ്, മറ്റ് സർവീസുകൾ. ഹൗസ് കീപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മറ്റു സർവീസുകളൊക്കെ, അല്ലെ. ഹൗസ് കീപ്പിംഗ് ചാപ്റ്റർ എടുത്തതാണോ? എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയുന്നില്ല. ദെൻ ബില്ലിംഗ് കാര്യങ്ങളും, അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സർവീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഒരു പേഷ്യന്റിന് സംതൃപ്തി ലഭിക്കുന്നത്. ഓക്കെ, ദെൻ അസർട്ടൈനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യുക, കൊടുക്കുക, നൽകുക എന്നൊക്കെ ഒരു മീനിങ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് നോക്കാം. The patient satisfaction is a predominant importance in ensuring better quality on the way to total quality management. Patient satisfaction is a predominant importance. Predominant എന്ന് പറഞ്ഞാൽ പ്രധാനമായി എന്നുള്ളൊരു മീനിങ് ആണ്. Predominant ensuring better quality, അല്ലെ, better quality management. അതായത് മികച്ചൊരു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന്, പ്രീഡോമിനന്റ് എൻഷോർ ചെയ്യുക എന്ന് വെച്ചാൽ ഉറപ്പാക്കുക, മികച്ചൊരു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് രോഗിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി, സിൻസ് ദ പേഷ്യന്റ് ബ്രാക്കറ്റിലെ കസ്റ്റമർ തന്നെ ഈസ് ദ വൺ ഹു ഡിസൈഡ് ദ ക്വാളിറ്റി, who receives the goods and services, who pursues the other to accept it, who decides your market strategies, who provide correct feedback about performance of the hospital and make success of the program of total quality management. എന്താണ് പറയുന്നത്? ഫസ്റ്റ് സെൻസ് ക്ലിയർ ആണോ? അതായത് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മികച്ചൊരു ആ ഹോസ്പിറ്റലിന്റെ നല്ലൊരു ക്വാളിറ്റി, ഹോസ്പിറ്റലിന്റെ മികച്ച ഒരു ഗുണനിലവാരം ഉറപ്പാക്കുന്നതിൽ രോഗിയുടെ സംതൃപ്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അടുത്തത് പറയുന്നത് നോക്കി, സിൻസ് ദ പേഷ്യന്റ്, പേഷ്യന്റ് ആണ്, പേഷ്യന്റിനാണ് അവിടെ മുഖ്യ സ്ഥാനം. അതായത് ഹോസ്പിറ്റലിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിനാണ്. സോ വൺ ടു ഡിസൈഡ്സ് ദ ക്വാളിറ്റി. പ്രീഡോമിനന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായും നല്ലൊരു മീനിങ് തന്നെയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ എന്നൊക്കെ പറയില്ലേ പ്രീഡോമിനന്റ്. അപ്പോ സിൻസ് ദ പേഷ്യന്റ്, പേഷ്യന്റിനാണ് അവിടെ മുഖ്യ റോള്. സോ one who decides the quality, ഗുണമേന്മ തീരുമാനിക്കുന്നതും ആരാണ്? പേഷ്യന്റ് ആണ്. Who receives the goods and services, ഗുഡ്സും സർവീസസും സേവനങ്ങൾ സ്വീകരിക്കുന്നത് ആരാണ്? പേഷ്യന്റ് ആണ്. Who pursues other to accept, അല്ലെ, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുക. പർസ്യൂഡ് ചെയ്യാന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, മറ്റു വ്യക്തികളെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന നല്ല ഹോസ്പിറ്റലാണ്, നല്ല ഡോക്ടറാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യില്ലേ. സോ pursues the other accept it, അല്ലെ, മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ നിർദ്ദേശിക്കുന്നു. Then who decides market strategies, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് തന്ത്രങ്ങളും മറ്റും കൂടുതലൊക്കെ നമ്മൾ പേഷ്യന്റ് തന്നെയാണ് രൂപപ്പെടുത്തുന്നത്. Who provide correct feedback about the performance of the hospital, ശരിയായിട്ടുള്ള ഫീഡ്ബാക്ക് കൊടുക്കുന്നതും പേഷ്യന്റ് ആണ്. And makes success the program of total quality management, കൂടാതെ
മാനേജ്മെന്റിന്റെ പരിപാടികളെയും മറ്റും ഹോസ്പിറ്റലിനെ വിജയിപ്പിക്കുന്നതും പേഷ്യന്റ് ആണ്. ഓക്കെ, ഇതെല്ലാം ചെയ്യുന്ന ഒരു പേഷ്യന്റ് ആണെന്ന്. സോ പേഷ്യന്റിന് അവിടെ ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്, പേഷ്യന്റ് സെൻട്രിക് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതില്, ഗുണനിലവാരം ഉറപ്പാക്കുന്നതില് പേഷ്യന്റിന്റെ സംതൃപ്തി പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഓക്കെ, എന്താണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്? എല്ലാം ചെയ്യുന്നത് പേഷ്യന്റ് ആണെന്ന്. അതായത് ക്വാളിറ്റി തീരുമാനിക്കുന്നതും സേവനങ്ങൾ സ്വീകരിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഫീഡ്ബാക്ക് ചെയ്യുന്നു, ഇതെല്ലാം ചെയ്യുന്നത് പേഷ്യന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അതുപോലെ തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അതിന്റെ ഉള്ളിൽ കുറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. എല്ലാത്തിലും പറയുന്നത് എന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, അവന് ലഭിക്കുന്ന സേവനങ്ങളും സർവീസുകളും, ഇതിനെയാണ് പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തത് നോക്കിയേ, ചെറുതാണ് കേട്ടോ മൂന്നാമത്തത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആർ എ സൈൻ ഓഫ് ഹൗ the patient has recognized the other quantitative aspect of care and can be used as a substitute measure of those aspects. അല്ലെ, അതായത് നമ്മളുടെ ക്വാളിറ്റിയുടെ ആസ്പെക്ട് എന്ന് വെച്ചാൽ എന്താണ്? വശങ്ങൾ അല്ലെ, പരിചരണത്തിന്റെ മറ്റ് ക്വാളിറ്റേറ്റീവ് മീൻസ് ഗുണപരമായിട്ടുള്ള വശങ്ങള് രോഗി എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നതിന്റെ അടയാളമാണ് രോഗിയുടെ സംതൃപ്തി. സൈൻ എന്ന് വെച്ചാൽ ഒരു അടയാളം അല്ലെ, അതായത് അവര് കൊടുത്ത സേവനങ്ങളെ രോഗി എത്രത്തോളം തിരിച്ചറിഞ്ഞു, രോഗിക്ക് അത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആൾ എത്രത്തോളം അതിൽ സംതൃപ്തനാണ് എന്നതാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് തിരിച്ചു മറിച്ചും സെന്റൻസ് ഇട്ട് കുട്ടിക്ക് പറയുന്നതുള്ളൂ. എല്ലാത്തിലും പറയുന്നത് എന്താണ്? പേഷ്യന്റ് അവന്റെ ഹോസ്പിറ്റലിൽ നിന്നുള്ള അവന്റെ അനുഭവത്തിൽ നിന്ന് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരൊറ്റ കാര്യമാണ് എല്ലാ സെന്റൻസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ നാലാമത്തത് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് എ റിക്വയർമെന്റ് ഫോർ അറ്റൈനിങ് ദ ഗോൾസ് ഓഫ് ഹെൽത്ത് സിൻസ് it influence the patient decision to follow prescribed treatments and seek professional health care in future. അല്ലെ, അതായത് ആരോഗ്യ സംരക്ഷണത്തിന്റെ, അതായത് നമ്മുടെ ഹെൽത്ത് കെയറിന്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ അതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് രോഗിയുടെ സംതൃപ്തി ആവശ്യമാണ്. അതായത് ഒരു ഹെൽത്ത് കെയറിന് അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ വേണം. പേഷ്യൻസിനാണ് അവര് മുഖ്യ ലക്ഷ്യം. പേഷ്യന്റിന്റെ സംതൃപ്തിയാണ് ഒരു ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. സോ അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നവര് രോഗിയുടെ സംതൃപ്തി ആവശ്യമാണ്. കണ്ടോ, റിക്വയർമെന്റ്സ് ഫോർ അറ്റൈനിങ് ഗോൾസ് ഓഫ് ഹെൽത്ത് കെയർ. ആരോഗ്യ സംരക്ഷണത്തിന് അവരുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. Then it influences the patient decision to follow prescribed treatments and seek professional health care in future. അല്ലെ, അപ്പോ എന്താണ് അത്? അപ്പോ പേഷ്യന്റിനെ ഒരു സാറ്റിസ്ഫൈഡ് ആക്കിയാൽ മാത്രമേ അതൊരു ചികിത്സ പിന്തുടരാനും പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്സ് പിന്തുടരാനും ഭാവിയിൽ അവർക്ക് ഒരു ഹെൽത്ത് കെയർ തേടാനായിട്ടുള്ള ഒരു തീരുമാനത്തെ സ്വാധീനിക്കുന്നതാണ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലും, അപ്പോ നമ്മൾക്ക് അത്യാവശ്യം നല്ല സേവനങ്ങളും സർവീസുകളൊക്കെ നമുക്ക് ആ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്താൽ മാത്രമല്ലേ നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് തുടരുള്ളൂ. ആണോ? നിങ്ങൾക്ക് ആദ്യത്തെ തവണ പോയി ഒരു പ്രാവശ്യം പോയി, അപ്പൊ നിങ്ങൾക്ക് വലിയ ഫെസിലിറ്റികളൊന്നും തോന്നിയില്ല എങ്കിൽ നമ്മൾ വീണ്ടും ആ ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ? നമുക്ക് ഒരു തൃപ്തി ഇല്ല എങ്കിൽ നമ്മള് വേറൊരു ഡോക്ടർ പോയി കാണും അല്ലേ? യെസ്, ആ ഒരു കാര്യമാണ് പറയുന്നത്. നോക്കി ഒന്നും കൂടി വായിക്കാം കേട്ടോ, എന്നിട്ട് നിങ്ങൾ ഒന്നും കൂടി വായിച്ചു നോക്കണേ. അതായത് ഹോസ്പിറ്റലിന്റെ ആവശ്യങ്ങൾ അല്ലെ, അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് രോഗിയുടെ സംതൃപ്തി എന്ന്. അതായത് രോഗി ഉണ്ടെങ്കിലല്ലേ ഹോസ്പിറ്റലിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അതിനാൽ പേഷ്യന്റിന്റെ ഡിസിഷൻ ഫോളോ, രോഗി അവിടെ തുടർന്നുള്ള ചികിത്സ തുടരണമെങ്കിലും അതുപോലെ തന്നെ ഭാവിയിൽ ഫ്യൂച്ചറിൽ വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരണമെങ്കിൽ എന്ത് വേണം? പേഷ്യൻസിന് നല്ലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സംതൃപ്തി ആകണം. സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ എന്ത് ചെയ്യാളൂ?
ചികിത്സ തുടരുകയും ചെയ്യുള്ളൂ. വീണ്ടും ഫ്യൂച്ചറിൽ എന്തെങ്കിലും വന്നാലും പേഷ്യന്റ് അതിലേക്ക് വരികയുള്ളൂ. ആ ഒരു സെന്റൻസ് ആണ് പറയുന്നത്. നമ്മളുടെ കാര്യം ആലോചിക്കാം. നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ്സും നമ്മുടെ അസുഖം ഭേദമായിട്ടുണ്ടെങ്കിൽ വീണ്ടും ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാലും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നത്. ആണോ? ഫ്യൂച്ചറിൽ നമുക്ക് വന്നു, അപ്പൊ നമ്മൾ ഓൾറെഡി ആദ്യം പോയി നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടി, അസുഖമൊക്കെ ഭേദപ്പെട്ടു എങ്കിലും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ പോകും, അല്ലെ? ആ ഒരു കാര്യമാണ് പറയുന്നത്. പേഷ്യന്റ് ക്യാൻ ഇവാലുവേറ്റ് ദ ക്വാളിറ്റി of care they get as they pay attention to all components of care, the science of medicine, the art of care, the amenities of care. എന്താണ് പറയുന്നത്? അതായത് ആരോഗ്യ പരിപാലനത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള കൈവരിക്കുന്നതിനുള്ള രോഗികളുടെ ആവശ്യകതകൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു നിർദ്ദിഷ്ടമായിട്ടുള്ള പേഷ്യന്റ് ക്യാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതായത് ക്വാളിറ്റി ഓഫ് കെയർ, പേഷ്യൻസിന്റെ ആ ഒരു ക്വാളിറ്റി, നല്ലൊരു ഗുണനിലവാരമാണ് നമ്മൾ പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. Then they pay attention to all components of care. അതായത് പരിചരണത്തിന്റെ എല്ലാ കോമ്പോണൻസ് എന്ന് വെച്ചാൽ ഓരോ ഘടകങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ്? സയൻസ് ഓഫ് മെഡിസിൻ, മെഡിസിൻസുകളെ കുറിച്ചിട്ടും മെഡിസിൻസും മറ്റു കാര്യങ്ങളും മരുന്നുകളും കാര്യങ്ങളും അതിൽ ഉൾപ്പെടുന്നു. ക്വാളിറ്റിയിലാണ് ഉദ്ദേശിക്കുന്നത്. Then art of care. Art of care എന്ന് വെച്ചാൽ എന്താണ്? പരിചരണം എന്ന് പറഞ്ഞാൽ ഒരു കലയാണെന്ന്. ആർട്ട് ഓഫ് കെയർ അല്ലെ? ഒരു പേഷ്യൻസിനെ ഒരു നഴ്സുമാരിൽ നിന്നുള്ള പരിചരണം, ചില നഴ്സുമാരിൽ നിന്ന് നമുക്ക് നല്ലൊരു പരിചരണം കിട്ടാറുണ്ട്, അല്ലെ? നമുക്ക് ഭയങ്കര നമ്മളുടെ അസുഖം തന്നെ പകുതി മാറും, അല്ലെ? നമുക്കൊരു മെന്റലി ഭയങ്കര ഒരു നല്ലൊരു മൈൻഡിലോട്ട് നമുക്ക് എത്താനായിട്ട് ചില ആളുകളുടെ, ചില നഴ്സസിന്റെ പെരുമാറ്റം അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെ പെരുമാറണമെന്നില്ല, ചിലവരും കൂടായിട്ടുള്ളവരൊക്കെ ഉണ്ടാകാം. എങ്കിലും അതാണ് പറയുന്നത്, ഒരു ആർട്ട് ഓഫ് കെയർ ആണ്, ഒരു പരിശീലനത്തിന്റെ ഒരു കലയാണെന്ന്. Then amenities of care. Amenities of care എന്ന് പറഞ്ഞാൽ എന്താണ്? amenities എന്ന് വെച്ചാൽ അമെന്റ് ചെയ്യുക, സൗകര്യങ്ങള്, ഒരു ഫെസിലിറ്റീസുകള്, നമ്മൾക്ക് ഒരു സൗകര്യങ്ങള് ഒരുക്കി കൊടുക്കുക. ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഒരു പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാത്തിലും പറയുന്ന ഒരേ കാര്യങ്ങളാണ്, അല്ലെ? വ്യത്യാസങ്ങളൊന്നും ഇല്ല, ഒരേ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞു പോകുന്നത്. Then അഞ്ചാമത്തെ കൂടി ഒന്ന് പറഞ്ഞോട്ടെ. എന്തായാലും ആ ഒരു അഞ്ചാമത്തെ പോയിന്റ് കൂടി ഉള്ളൂ, അതും കൂടി നമുക്ക് വായിച്ചേക്കാം കേട്ടോ. നോക്കാം. ഹോസ്പിറ്റൽ സാറ്റിസ്ഫാക്ഷൻ ക്വസ്റ്റിനെയർ ആസ്ക്ഡ് റെസ്പോണ്ടൻസ് ജനറൽ ക്വസ്റ്റ്യൻസ് ഇൻ കണക്ഷൻ വിത്ത് ഹോസ്പിറ്റൽ ക്വസ്റ്റിനെയറുകൾ എന്ന് പറഞ്ഞേ. അതായത് നമ്മൾ പേഷ്യന്റിന്റെ സർവേ നടത്തുമ്പോൾ ക്വസ്റ്റിനെയറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത്. റിസപ്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ ക്ലീൻനെസ്, സൈനേജ്, ഹോസ്പിറ്റൽ ഫുഡ് എക്സെട്ര. ഇതെല്ലാം റിസപ്ഷനെ കുറിച്ചും അഡ്മിനിസ്ട്രേഷനെ കുറിച്ചും ഹോസ്പിറ്റലിലെ ശുചിത്വത്തെ കുറിച്ചും അവിടുത്തെ സൈനേജ് ഏരിയകള് അല്ലെങ്കിൽ ഫുഡ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്വസ്റ്റിനെയറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലാസ്റ്റ് വൺ, patient satisfaction survey is an important from the view of improvement of quality of services and to achieve the maximum satisfaction of the inpatient. Patient satisfaction survey എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവനങ്ങളുടെയും, അല്ലെ, അതായത് സർവീസസ്, ഗുണനിലവാരമുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും, അല്ലെങ്കിൽ കിടപ്പ് രോഗികള്, ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിലെ, അവിടെ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്, അവരുടെ അടുത്താണല്ലോ നമ്മൾ സർവേ എടുക്കുന്നത്. കിടപ്പ് രോഗികളുമായിട്ട് പരമാവധി അവരെത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് ഈ ഒരു സർവേയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കിടപ്പ് രോഗികൾ ഉദ്ദേശിച്ചതേ നമ്മൾ ഒരു 3-5 ദിവസമൊക്കെ കിടന്നു കഴിയുമ്പോഴല്ലേ അവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ പറ്റുന്നത്. ആണോ? ഫെസിലിറ്റികളുണ്ടോ, സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ അഡ്മിറ്റഡ് ആകുന്ന ഒരു ടൈമിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ജസ്റ്റ് വന്ന് മരുന്ന് വാങ്ങിച്ചു പോയി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല. സോ നമ്മളൊരു ഒരാഴ്ചയോ മറ്റും അഡ്മിറ്റഡ് ആകുമ്പോഴാണ് അവിടുത്തെ ഫെസിലിറ്റികൾ, ഇപ്പൊ ടോയ്ലറ്റ് സൗകര്യങ്ങളും ബാക്കി ഫുഡും എങ്ങനെയൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോ നമ്മളുടെ ഇൻട്രൊഡക്ഷനും 5 പോയിന്റ് ആണ്. ഈ 5 പോയിന്റെയും റിപ്പീറ്റ് ചെയ്തിട്ട് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ആണത്, ബേസിക് ആണ് ഇതിന്റെ. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എടുക്കാൻ ടൈം ഇല്ല. അപ്പോ ഇന്ന് എടുത്ത് എത്രയും ക്ലിയർ ആണോ? എല്ലാത്തിലും പറയുന്നത് നമ്മളുടെ അനുഭവം നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള അനുഭവങ്ങള്, അല്ലേ?
എടുത്തത്ര ക്ലിയർ ആണോ? ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെയാണോ നമുക്കത് പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. കാരണം ചെറിയ ചെറിയ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതല്ല, നമ്മളത് ടോട്ടലി നമ്മൾ അതിന്റെ കൺസെപ്റ്റ് എന്താണോ ആ കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ദെൻ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാം. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കേട്ടോ. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് എന്തോ അടയാളപ്പെടുത്താൻ പറഞ്ഞായിരുന്നല്ലോ, വൈറ്റൽ മൂന്നാമത്തെ പാരഗ്രാഫില് ഫസ്റ്റ് സെന്റൻസ് അടയാളപ്പെടുത്താൻ പറഞ്ഞു. ദെൻ അതുപോലെ നമ്മള് റിസർച്ച് ആ ഒരു കാര്യം അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ഈ 5 പോയിന്റിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ അതിലെല്ലാം സാറ്റിസ്ഫാക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങൾ വായിച്ച് തന്നെ അത് മനസ്സിലാക്കി പോണം. ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? എല്ലാവരും ഉറക്കത്തിലാണോ? രാവിലെ തന്നെ ടീച്ചർ വന്ന് ബോർ അടിപ്പിച്ചതാണോ? ഓക്കെ ആണോ? റെസ്പോൺസ് ചെയ്യും നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ? നമ്മൾ അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് അടുത്തത് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മളെ ലാസ്റ്റ് സെക്ഷനൊക്കെ ആയില്ലേ? അപ്പൊ കുറച്ച് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, പോയിന്റ് ഔട്ട് എല്ലാം കുറച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചാപ്റ്ററുകളാണ് ഇപ്പോ, അല്ലെ? ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാതെ എല്ലാവരും ഉറക്കത്തിലാണ് അല്ലെ? ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ എടുത്തത്രയും വായിക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും അതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. അപ്പൊ ഇത് സ്വയം ഒന്ന് 2 പ്രാവശ്യം ഒന്ന് വായിച്ചാൽ മനസ്സിലാകും കേട്ടോ. ഇത് വലിയ ബുദ്ധിമുട്ടില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തി നമുക്ക് പഠിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. കുറച്ച് വായിക്കാനുണ്ട്, കുറച്ചധികം വായിക്കാനുണ്ട് ഈ ഒരു ചാപ്റ്റർ. ചില ചാപ്റ്ററുകളെ ഞാൻ പറയാറില്ലേ, നമ്മൾ തന്നെ കുറച്ച് എഫേർട്ട് എടുത്ത് വായിക്കണം. ചിലപ്പോ ഒറ്റ തവണ വായിച്ചത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, കാരണം സെന്റൻസുകൾ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഉള്ളിലുള്ള കാര്യം എന്താണോ കൺസെപ്റ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അത് തന്നെ കുറച്ച് ഭയങ്കര കടുകട്ടി വാക്കുകൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടേതായ രീതിയിൽ നിങ്ങളുടെ അനുഭവങ്ങളാണ്, അതാണ് നിങ്ങളോട് കുറച്ച് നിങ്ങളുടെ റെസ്പോൺസ് വേണം, എങ്കിലേ നമുക്ക് അത് ക്ലാസ് നല്ല രീതിക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ബോറായിട്ട് പോവാ ക്ലാസ് കേട്ടോ. ഓക്കെ, അപ്പൊ നന്നായിട്ട് വായിക്കാം. ഓക്കെ, താങ്ക് യു.